ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റുന്നത് എങ്ങനെ കുറ്റമാകും? പിന്നീട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ടാകും, പാർട്ടി പ്രവർത്തകർ പറഞ്ഞറിഞ്ഞിട്ടുണ്ടാകും, അല്ലാതെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ മനഃപൂർവ്വം ഇത് ആവർത്തിക്കുകയാണ് ഇപ്പോഴും. അതായത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ ആഴത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ മനസ്സ്, മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി മാറിയിട്ടില്ലെന്നും. അത് മുഖ്യമന്ത്രി നേരിട്ടല്ല കാര്യങ്ങൾ കാണുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം കാണാത്ത കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കാത്ത കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള വലിയ സംവിധാനം ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ നവകേരള യാത്രയിൽ ബസിൻ്റെ മുൻഭാഗത്താണല്ലോ അദ്ദേഹം ഇരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം കോൺഗ്രസും മറ്റും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് കറുത്ത കുപ്പായമിട്ട് പ്രതിഷേധക്കാർ വരുന്നു, പതാകയുമായി അതിൻ്റെ കൊടിയുമായി ഒക്കെ ആ ബസിൻ്റെ മുന്നിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. അവരെ പിടിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ശ്രമം ആയിരിക്കാം അദ്ദേഹം അന്നവിടെ കണ്ടത്. ആ കാര്യം അദ്ദേഹം അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അവിടെ നടന്നത് ചില അനിഷ്ട സംഭവങ്ങൾ അതിനെ തുടർന്നുണ്ടായി എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ, അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ, ആ പഴയ വാക്ക് തന്നെ, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അല്പം പോരായ്മയുണ്ട് എന്നാണ് ഇനി ചർച്ചയിൽ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ആ പോരായ്മ അത് ജനങ്ങൾക്കും അത് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വന്നത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില തിരുത്തലുകൾ എല്ലാം പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിയമസഭയിൽ തന്നെയും തൻ്റെ ഗവൺമെൻറ്റിനെയും ന്യായീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ നിയമസഭയിൽ മാത്രമല്ല പാർലമെൻറ്റിലും അത് കാണാറില്ലേ. എല്ലാ കാര്യങ്ങളും പരസ്യമായി എല്ലാ ഘട്ടത്തിലും വന്ന് പറയാൻ കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ വളരെ വിശദമായ രീതിയിൽ, വിപുലമായ രീതിയിൽ പാർട്ടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ പോയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ, തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ മേഖലാ സമ്മേളനങ്ങളിൽ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ ഭരണാധികാരി എപ്പോഴും പാർട്ടിക്ക് വിധേയനായിരിക്കണം, പാർട്ടിക്ക് കീഴ്പ്പെട്ടാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മളിതിനു മുൻപ് നിരവധി സന്ദർഭങ്ങളിൽ അത് ബോധ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇവിടെ പാർട്ടിയിൽ നിന്ന് വിട്ട് തൻ്റെ ഒരു മേധാവിത്വം പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്നു എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചില വാക്കുകൾ അവിടെയൊക്കെ വിമർശനത്തിൻ്റെ ശരങ്ങളുടെ തൊടുക്കുന്നുണ്ട്. അവിടെ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ആ തെറ്റുകൾ തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി.